കമ്പ്യൂട്ടർ സെക്യൂരിറ്റി. കമ്പ്യൂട്ടർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ബേസിക്കലി ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനോ നെറ്റ്വർക്കിനോ ഡാറ്റയ്ക്കോ പ്രൊവൈഡ് ചെയ്യുന്ന സെക്യൂരിറ്റിയാണ് നമ്മൾ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്കൊരു ഡാറ്റയെ നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും? അൺഓതറൈസ്ഡ് ആക്സസിൽ നിന്ന് നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും അല്ലേ? വേറെ ആരെങ്കിലും വന്ന് ആക്സസ് ചെയ്യുന്നതിനെ നമുക്ക് തടുക്കാൻ പറ്റും. ദെൻ നമ്മൾ ഡാറ്റാസ് മിസ്യൂസ് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റയ്ക്ക് ഒരു ഡാമേജ് കൂടാതെ തന്നെ സെൻഡ് ആവാനും റിസീവ് ചെയ്യാനും എല്ലാം നമുക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ തെഫ്റ്റ്, എന്തെങ്കിലും ആരെങ്കിലും മോഷ്ടിക്കുക, നമ്മുടെ ഇൻഫർമേഷൻസ് ഒക്കെ മോഷ്ടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ദെൻ സൈബർ അറ്റാക്സ്, ഏതെങ്കിലും രീതിയിലുള്ള സൈബർ അറ്റാക്സും അല്ലെങ്കിൽ മാൽവെയർ ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? കമ്പ്യൂട്ടർ സെക്യൂരിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡാറ്റ ഏതെങ്കിലും സമയത്ത് ലോസ് ആവാനുള്ള, എന്തെങ്കിലും ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആക്സിഡൻഷ്യലി നമ്മുടെ ആ ഇൻഫർമേഷൻ നഷ്ടപ്പെടാനുള്ള സാധ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ടെല്ലാം നമ്മൾ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി യൂസ് ചെയ്യാറുണ്ട്. ബേസിക്കായിട്ട് ഇത് വായിച്ചാൽ മതി. ഓക്കെ, ഇതിനെക്കുറിച്ചാണ് ഇനി ബാക്കി കംപ്ലീറ്റ് ആയിട്ടുള്ള സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയുടെ പ്രധാനമായിട്ട് 3 എണ്ണം ഉണ്ട്. ഓക്കെ, അതിനാണ് CIA ട്രയാഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് കോൺഫിഡൻഷ്യാലിറ്റി. ഓക്കെ, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലി ദ അതോറൈസ്ഡ് പീപ്പിൾ ക്യാൻ ആക്സസ് ഇൻഫർമേഷൻസ്. അതായത് അതിൻ്റേതായിട്ടുള്ള അതോറിറ്റീസ് ഉണ്ടാവുമല്ലോ, അവർക്ക് മാത്രമായിരിക്കും അതിൻ്റെ ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാനുള്ള പവർ ഉണ്ടാവുള്ളൂ. അതിനൊരു എക്സാമ്പിൾ പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ആണ്. നമുക്കിപ്പോൾ ഒരു സ്വന്തമായിട്ടൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കാം. അതൊരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കുമല്ലോ ഒബിയസ്ലി. നമുക്ക് മാത്രമേ ഉള്ളൂ ആ അധികാരം നമ്മുടെ അക്കൗണ്ട് പ്രൊഫൈൽ നോക്കി ചെക്ക് ചെയ്ത് ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യാനുള്ളത് അല്ലേ? അങ്ങനെയുള്ളതിനെയാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയാം. നെക്സ്റ്റ് ഈസ് ഇൻറ്റഗ്രിറ്റി. ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഡാറ്റ ഉണ്ട്, ആ ഡാറ്റയെ അതിൻ്റെ രൂപത്തിൽ തന്നെ അവിടെ സ്റ്റോർ ചെയ്യുക. ഓക്കെ, ഡാറ്റ മസ്റ്റ് ബി റിമൈൻ കറക്റ്റ് ആൻഡ് അൺചേഞ്ച്ഡ്. അതൊരിക്കലും നമുക്ക് അൺചേഞ്ച് ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ അവിടെ സ്റ്റോർ ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻറ്റഗ്രിറ്റി എന്ന് പറയാം. ഇപ്പോൾ സപ്പോസ് നമ്മൾ റിസൾട്ടുകളൊക്കെ വരുന്ന സമയത്ത് മാർക്ക് ഒരു ഡാറ്റാബേസിലായിരിക്കുമല്ലോ ഈ മാർക്കുകളൊക്കെ സ്റ്റോർ ചെയ്യുക. അത് മറ്റൊരാൾക്കും അത് ഇല്ലീഗലി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ ഡാറ്റയ്ക്ക് എന്താ കൊടുക്കുന്നത്? നമ്മളവിടെ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്സസ് ആണ് നമ്മളവിടെ കൊടുക്കുന്നത് കേട്ടോ. ദെൻ അവൈലബിലിറ്റി. അവൈലബിലിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴെല്ലാം നമുക്കൊരു ഇൻഫർമേഷൻ വേണോ അപ്പോഴെല്ലാം ആ ഇൻഫർമേഷൻ അവിടെ അവൈലബിൾ ആയി ഇരിക്കണം. ഓക്കെ, അതായത് കസ്റ്റമറിന്, അവരൊരു എക്സാമ്പിൾ പറയുന്നത്, ഒരു കസ്റ്റമറിന് അവർക്ക് ഒരു ബാങ്കിങ് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ എപ്പോഴും ആ വെബ്സൈറ്റ് അവിടെ വർക്കിംഗ് തന്നെ ആയിരിക്കണം. എന്നാൽ മാത്രമല്ലേ അവർക്ക് ട്രാൻസാക്ഷനും കാര്യങ്ങളും നടത്താൻ പറ്റത്തുള്ളൂ. അതിനെയാണ്. അപ്പോൾ ഈ 3 പോയിന്റ് കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. നെക്സ്റ്റ്, ഇത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പോവാം. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താണ്? ഓൺലി അതോറൈസ്ഡ് പേഴ്സൺസിന് മാത്രമേ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ കുറേ കാര്യങ്ങൾ ജസ്റ്റ് വായിച്ചു പോയാൽ മതി. പേഴ്സണൽ ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടും ഗവൺമെൻറ് റെക്കോർഡുകൾക്ക് വേണ്ടിയിട്ടും ബിസിനസ് സീക്രട്സും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസിനും ഇതിനൊക്കെ പെർട്ടിക്കുലർ ഒരു അതോറിറ്റി ഉണ്ടാവും അല്ലേ? ആ അതോറിറ്റിക്ക് മാത്രമല്ലേ അതിനകത്തുള്ള ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതെങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാമെന്നുള്ളത് പഠിക്കണം കേട്ടോ. ഫസ്റ്റ് ഒരു ടെക്നിക്കാണ്, അതായത് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഓക്കെ, ദെൻ ഓതൻറ്റിക്കേഷൻ, ആക്സസ് കൺട്രോൾ ആൻഡ് ഡാറ്റ ക്ലാസിഫിക്കേഷൻ. എന്താണ് എൻക്രിപ്ഷൻ എന്നുള്ളത് നോക്കാം. എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു ഇൻഫർമേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ആ ഇൻഫർമേഷൻ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വേറെ ആർക്കും അത് മനസ്സിലാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒറിജിനൽ ഫോർമാറ്റ് ഉണ്ടല്ലോ, അതിന് മറ്റൊരു ഫോർമാറ്റിലേക്ക് അത് ചേഞ്ച് ചെയ്യുക. ഓക്കെ, അതായത് കൺവേർട്സ് റീഡബിൾ ഡാറ്റ ഇൻ ടു അൺറീഡബിൾ ഫോം. മറ്റാർക്കും മനസ്സിലാവാത്ത രീതിയിൽ അതിനെ ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ എൻക്രിപ്ഷൻ എന്ന് പറയുക. ഓക്കെ, ദെൻ ഓതൻറ്റിക്കേഷൻ. ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ലേ, OTP വന്നിട്ട് നമ്മൾ ആ OTP കൊടുത്താൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ബാങ്കും ഫോണും കൂടി കണക്റ്റഡ് ആയിരിക്കില്ലേ? അതേപോലെ തന്നെയാണ് വെരിഫൈസ് ദ ഐഡൻറ്റിറ്റി ഓഫ് ദ യൂസർ. യൂസറിൻ്റെ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞ കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ പാസ്വേഡ് അല്ലെങ്കിൽ OTPയിലൂടെയൊക്കെ ആയിരിക്കും ഓതൻറ്റിക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് വൺ ഈസ് ആക്സസ് കൺട്രോൾ. ആക്സസ് കൺട്രോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്ട്രിക്ട്സ് ഹൂ ക്യാൻ ആക്സസ് ദ പെർട്ടിക്കുലർ ഡാറ്റ. അപ്പോൾ എല്ലാവർക്കും പോയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരെയൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുക. കുറേ പേർക്ക് കൺട്രോൾ കൊടുത്തിട്ടുണ്ടാവും, അതിൽ ആവശ്യപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ അധികാരമുള്ളൂ ആ ഡാറ്റാസൊക്കെ ആക്സസ് ചെയ്യാനുള്ളൂ. ദാറ്റ് ഈസ് ആക്സസ് കൺട്രോൾ. നെക്സ്റ്റ്, ഡാറ്റ ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫൈസ് ദ ഡാറ്റ അക്കോർഡിംഗ് ടു ഇറ്റ്സ് സെൻസിറ്റിവിറ്റി. നമ്മുടെ ഡാറ്റ തന്നെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ വെർത്ത് അനുസരിച്ചിട്ട്. അതായത് ഇപ്പോൾ നമുക്കൊരു ന്യൂസ് പോർട്ടൽ ആണെന്ന് വിചാരിക്കുക, ഒരു ന്യൂസാണ്, അത് പബ്ലിക്കിന് എല്ലാവർക്കും വായിക്കാൻ പറ്റും അല്ലേ?
അപ്പോൾ നമുക്ക് അതൊരു കൈൻഡ് ഓഫ് ഡാറ്റ ആണെന്ന് വിചാരിക്കാം. ഇനി അതേ സമയത്ത് നമ്മളിപ്പോൾ വാട്സപ്പിലൂടെ ഒരാൾക്ക് മെസ്സേജ് അയക്കണം, അത് നമ്മളും ആ റിസീവർ സൈഡിലുള്ള ആൾക്ക് മാത്രമല്ലേ വായിക്കാൻ പറ്റത്തുള്ളൂ. അത് മറ്റൊരു കൈൻഡ് ഓഫ് ഡാറ്റയാണെന്ന് ഇമാജിൻ ചെയ്യാം. അങ്ങനെ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ്. പബ്ലിക് ആയിട്ടുള്ള ഡാറ്റയുണ്ട്, പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഡാറ്റയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡാറ്റ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുക. അപ്പോൾ ഇതിൽ വാട്സപ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്, എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്തുള്ള മെസ്സേജസ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മറ്റൊരാൾക്ക് ഇത് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻക്രിപ്ഷൻ ശ്രദ്ധിക്കുക, അതായത് ഒരു റിയൽ ഫോർമാറ്റിനെ മറ്റൊരു ഫോർമാറ്റിലേക്ക് മാറ്റുക. നെക്സ്റ്റ് നമ്മൾ മുന്നേ പഠിച്ച പോലെ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് നമ്മൾ പറയും അത് കൃത്യമായിട്ട് അവിടെ തന്നെ ഉണ്ടായിരിക്കണം. ആ ഡാറ്റ അതിന് അക്യുറേറ്റ് ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം, ഒരാൾക്കും അത് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതായിരിക്കണം. അങ്ങനെയെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റയാണ് നമ്മൾ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഡാറ്റ ഇൻറ്റഗ്രിറ്റി എന്ന് നമ്മൾ പറയുന്നത് ഡാറ്റ സ്റ്റോർഡ് ഇൻ എ ഡാറ്റാബേസ് റിമെയിൻ കറക്റ്റ് ആൻഡ് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഓക്കെ, അത് ഡാറ്റയ്ക്ക് കൊടുക്കുന്ന ഇൻറ്റഗ്രിറ്റി. ഇനി ഇതേ സമയം ഒരു സിസ്റ്റത്തിന് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻറ്റഗ്രിറ്റി എങ്ങനെയായിരിക്കണം? കമ്പ്യൂട്ടർ സിസ്റ്റം വർക്ക് കറക്റ്റ്ലി വിത്തൗട്ട് അൺഓതറൈസ്ഡ് ചേഞ്ച്. അതായത് ആ കമ്പ്യൂട്ടർ കൃത്യമായിട്ട് വർക്ക് ചെയ്യണം, മറ്റൊരാൾ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് കയറിയിട്ട് അതിൽ യാതൊരു വിധത്തിലുള്ള ചേഞ്ചസും വരുത്താൻ ആൾക്ക് സാധിക്കരുത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കിട്ടണമെങ്കിൽ, ഈ ഇൻറ്റഗ്രിറ്റി ഒക്കെ കിട്ടണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ മെത്തേഡ്സ് ആണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്? ഓക്കെ, ചെക്സംസ്. ഓക്കെ, ചെക്സംസ് എന്ന് പറയുമ്പോൾ അതായത് ഇതൊക്കെ നിങ്ങൾക്ക് പുതിയൊരു ടേം ആയിരിക്കും. ചെക്സംസ്, ഹാഷ് ഫംഗ്ഷൻ, ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ആൻഡ് ബാക്കപ്പ് ആൻഡ് വേർഷൻ കൺട്രോൾ എന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു ഡാറ്റ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ വാട്സപ്പിൽ നിന്ന് ഒരാൾക്ക് സെൻഡ് ചെയ്യണം ഒരു മെസ്സേജ് എന്ന് വിചാരിക്കാം. ആ മെസ്സേജ് ഞാൻ ഓൾറെഡി പറഞ്ഞു എൻഡ് ടു എൻഡ് എൻക്രിപ്ഷനിലൂടെയാണ് ഈ മെസ്സേജസ് എല്ലാം സെൻഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അതായത് നമ്മൾ അയക്കുന്ന ഹായ് എന്നുള്ള വേർഡിലായിരിക്കില്ല, അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് കൺവേർട്ട് ചെയ്ത് മറ്റൊരു ഫോർമാറ്റിലായിരിക്കും റിസീവറിൻ്റെ സൈഡിലെത്തും. എന്നിട്ട് റിസീവറിൻ്റെ സൈഡിൽ നിന്ന് അത് വീണ്ടും ആ ഫോർമാറ്റ് ഒറിജിനൽ ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്യും. ഇതാണ് ബേസിക്കലി ഒരു ട്രാൻസാക്ഷനിൽ നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓരോ ഡാറ്റയും നമ്മൾ ഒരു വേറൊരു ഫോർമാറ്റിലോട്ട് ചേഞ്ച് ചെയ്യും എന്നുള്ളത്. ആ ടൈമിൽ നമ്മൾ വെറുതെ ആ ഒരു മെസ്സേജ് മാത്രമല്ല സെൻഡ് ചെയ്യുക, അതിൻ്റെ സെക്യൂരിറ്റിയും കറക്റ്റായിട്ട് റിസീവറിൻ്റെ സൈഡിൽ തന്നെ എത്തും എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻസ് കൂടി ആഡ് ചെയ്യും. അതാണ് ഈ പറയുന്ന ഈ 3-4 പോയിൻറ്റ്സുകൾ. ഓക്കെ, അതിലൊന്നാണ് ചെക്ക് സംസ്. ഓക്കെ, ചെക്ക് സം എന്ന് പറഞ്ഞാൽ ഒരു മാത്തമെറ്റിക്കൽ ഒരു വാല്യൂ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെ ഇമാജിൻ ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ആ ഒരു ഡാറ്റയിൽ കൂടെ അറ്റാച്ച് ചെയ്യുമ്പോൾ യൂസ്ഡ് ടു വെരിഫൈ വെദർ ഡാറ്റ വാസ് ചേഞ്ച്ഡ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മൾ ഓരോ ഡാറ്റയും നമ്മൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ചെക്ക് സമ്മും കൂടെ അതിൻ്റെ എൻഡിൽ നമ്മൾ ആഡ് ചെയ്തു എന്ന് വിചാരിക്കാം. നമ്മൾ റിസീവറിൻ്റെ സൈഡിൽ എത്തുന്നുണ്ടല്ലോ, ഈ ചെക്ക് സമ്മ് നോക്കിയിട്ട് അതിനെ വിലയിരുത്താൻ പറ്റും. അവിടെ നിന്ന് അയച്ചിരിക്കുന്ന അതേ തന്നെ ആ ചെക്ക് സമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം, ഇപ്പം നമ്മൾ അകത്ത് ഡാറ്റയിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഈ ചെക്ക് സമ്മിലും ആ ഒരു വേരിയേഷൻ കാണിക്കും. അപ്പോൾ റിസീവറിൻ്റെ സൈഡിൽ ഓൾറെഡി ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇത് നമ്മൾ മെസ്സേജ് നമ്മുടെ റിസീവറിൻ്റെ സൈഡിൽ എത്തുന്ന സമയത്ത് ഇത് നമ്മൾ പോയിട്ട് ചെക്ക് ചെയ്യും. ഓക്കെ, ആ ഒരു കൃത്യമായിട്ടുള്ള മെസ്സേജ് തന്നെയാണോ നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത്, അതോ ഇടയിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ചെക്ക് സമ്മും ഹാഷ് ഫംഗ്ഷൻസും ഡിജിറ്റൽ സിഗ്നേച്ചറും പല രീതിയിലുള്ളതാണെന്നേ ഉള്ളൂ. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പോൾ ചെക്ക് സം എന്ന് പറയുന്നത് എന്താണ്? യൂസ്ഡ് ടു വെരിഫൈ വെദർ ദ ഡാറ്റ ഹാസ് ചേഞ്ച്ഡ്. അതിന് വേണ്ടിയിട്ടാണ് ചെക്ക് സം ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഹാഷ് ഫംഗ്ഷൻ. ഹാഷ് ഫംഗ്ഷനും ഇതുപോലെ തന്നെയാണ്. ജനറേറ്റ് എ ഫിക്സഡ് സൈസ് വാല്യൂ ഫ്രം ഡാറ്റ ആൻഡ് ഹെൽപ്പ് ഡിറ്റക്ട് ടാമ്പറിങ്. ഓക്കെ, ഡാറ്റയിൽ നിന്ന് ഒരു ഫിക്സഡ് സൈസ് ഉള്ള ഒരു വാല്യൂ അവിടെ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അതിലെന്തെങ്കിലും മാൽഫങ്ഷൻ നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഷ് ഫംഗ്ഷൻസ് ഉപയോഗിക്കുന്നത്. ഡിജിറ്റൽ സിഗ്നേച്ചർ എന്താണ്? വെരിഫൈ ദ ഓതൻറ്റിസിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഡാറ്റ. നമ്മൾ ഏറെക്കുറെ ഇപ്പോൾ നമ്മുടെ ഡിജിറ്റൽ ഫിംഗർ പ്രിൻ്റ് ഒക്കെ പോലെ. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെയാണ് ഡിജിറ്റൽ സിഗ്നേച്ചറും. അതും ഇതുപോലെ തന്നെ ഡാറ്റ ഇൻറ്റഗ്രിറ്റിക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ഉപയോഗിക്കുക. ബാക്കപ്പ് ആൻഡ് വേർഷൻ കൺട്രോൾ. ഇപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് ഡാറ്റ ലോസ്റ്റായി, നമുക്ക് കറപ്റ്റായി, നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ദർ മസ്റ്റ് ബി എ ബാക്കപ്പ് ഉണ്ടാവും. അതിൻ്റെ റിയൽ ബാക്കപ്പ് അതിനകത്ത് ഉണ്ടാവും. നമുക്കതിനെ വീണ്ടും റീസ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പോയിൻറ്റ്സ് ഒക്കെ ഓർക്കുക. അടുത്തത് അവൈലബിലിറ്റി നമുക്ക് നോർമലി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കൃത്യമായിട്ട് ഡാറ്റാസ് അവൈലബിൾ ആവുക. എപ്പോഴെല്ലാം നമ്മുടെ ക്ലയൻറ്റിന് അല്ലെങ്കിൽ യൂസേഴ്സിന് ആവശ്യമുണ്ടോ ആ സമയത്ത് എവിടെ നിന്ന് വേണമെങ്കിലും അത് ആക്സസബിൾ ആയിട്ടുള്ള ഒരു ഫോർമാറ്റിനെയാണ് നമ്മൾ അവൈലബിലിറ്റി എന്ന് പറയുക. അപ്പോൾ എപ്പോഴൊക്കെയാണ് അവൈലബിലിറ്റിക്ക് ഒരു പ്രോബ്ലം വരുന്ന സമയം?
ഹാർഡ്വെയർ ഫെയിലിയർ, പെട്ടെന്ന് സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഹാർഡ് ഡിസ്കോ അല്ലെങ്കിൽ സെർവർ ഫെയിലിയറോ സംഭവിക്കുന്ന സമയത്ത്. നെക്സ്റ്റ് ഈസ് സോഫ്റ്റ്വെയർ ഫെയിലിയർ. സോഫ്റ്റ്വെയർ ഫെയിലിയർ എന്ന് പറയുമ്പോൾ ആ സോഫ്റ്റ്വെയറിന് ക്ലാഷ് ഉള്ള സമയത്ത് ഓക്കെ, മൊത്തം സിസ്റ്റവും അവിടെ ഫെയിലിയർ ആയിരിക്കും. ദെൻ സൈബർ അറ്റാക്സ്. സൈബർ അറ്റാക്സ് എന്ന് പറയുമ്പോൾ സർവീസ് ഡിസ്ട്രപ്ഷൻസ്, എന്തെങ്കിലും ഒരാൾ അതിനകത്ത് കയറി എന്തെങ്കിലും ഡാറ്റ മാൽ ഫങ്ഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഡാറ്റ നമുക്ക് കിട്ടിയെന്ന് വരില്ല. ദെൻ ഹ്യൂമൻ എറേഴ്സ്, മിസ്റ്റേക്സ് മെയ്ഡ് ബൈ യൂസേഴ്സ് ഓർ എംപ്ലോയീസിൽ, അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് ഡാറ്റാസ് കിട്ടത്തില്ല. ഇനി ഇതെല്ലാം കൃത്യമായി കിട്ടണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം? മുന്നേ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ. ബാക്കപ്പ് സിസ്റ്റം, സിസ്റ്റത്തിന് എന്ത് വേണം? ഒരു ബാക്കപ്പ് സിസ്റ്റം തീർച്ചയായിട്ടും ഉണ്ടാവും. അതെന്തെങ്കിലും ഒരു ഫെയിലിയർ വന്നാൽ അത് റീസ്റ്റോർ ചെയ്യണ്ടേ. ദെൻ റിഡൻഡൻറ്റ് സിസ്റ്റം. റിഡൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സിസ്റ്റത്തിനാണ് നമ്മൾ റിഡൻഡൻറ്റ് എന്ന് പറയാം. അപ്പം ഒരേ കാര്യം തന്നെ നമുക്ക് മൾട്ടിപ്പിൾ സിസ്റ്റത്തിലേക്ക് ഇത് കണക്റ്റഡ് ആണെങ്കിൽ, ഇപ്പോൾ വൺസ് ഫെയിൽ ആണെങ്കിലും നമുക്കൊരു മറ്റൊരു സിസ്റ്റത്തിൻ്റെ ഹെൽപ്പ് തേടാൻ പറ്റും. മനസ്സിലായില്ലേ? ഇനി റെഗുലർ മെയിൻ്റെനൻസ്. ഹാർഡ്വെയർ ആണെങ്കിലും സോഫ്റ്റ്വെയർ ആണെങ്കിലും എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കണം കൃത്യമായിട്ട്. ഇപ്പോൾ നമ്മൾ ലാപ്ടോപ്പ് ആണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് മെയിൻ്റെനൻസ് ഒക്കെ നോക്കാറില്ലേ? നമ്മൾ കറക്റ്റ് വൈറസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യും. ഇനി അല്ലെങ്കിൽ ഹാർഡ്വെയറിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതൊക്കെ ചേഞ്ച് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഡാറ്റ അവൈലബിലിറ്റി എപ്പോഴും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ദെൻ നെറ്റ്വർക്ക് സെക്യൂരിറ്റി. നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു അറ്റാക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സമയത്ത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് നമ്മൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഈ പോയിന്റുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കി പോവാം കേട്ടോ. നെക്സ്റ്റ് ടോപ്പിക്കാണ് സെക്യൂരിറ്റി ആസ്പെക്ട്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ. ഇതെല്ലാം നമ്മൾ പഠിച്ചു തന്നെയാണ്, എന്നാലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് എന്ത് വേണം? സെക്യൂരിറ്റി വേണം അല്ലേ? എന്തിനു വേണ്ടിയിട്ട്? അൺഓതറൈസ്ഡ് പേഴ്സൺസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മെയിനായിട്ടും ഇതിനകത്ത് 5 ഉണ്ട്. നമ്മൾ ആദ്യം പഠിച്ച 3 കറക്റ്റായിട്ട് തന്നെയാണ്. കോൺഫിഡൻഷ്യാലിറ്റി, മെസ്സേജ് ഇൻറ്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി, അത് 3 ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഓതൻറ്റിക്കേഷനും നോൺ റെപ്യൂഡിയേഷൻ, ഇത് 3 ഉണ്ട്. ഓക്കെ, ഇത് ഈസി ആയിട്ട് പഠിക്കാൻ ഞാൻ സിയാൻ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് ഈ 5 പോയിന്റ് നോക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ 5 ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് സെക്യൂരിറ്റി ഇൻ കമ്മ്യൂണിക്കേഷൻസ്. ആദ്യത്തെ 3 ടോപ്പിക്കും നിങ്ങൾക്ക് അറിയാം. എന്താണ്? ഫസ്റ്റ് വൺ ഈസ് കോൺഫിഡൻഷ്യാലിറ്റി. അത് പറയുന്നത് മെസ്സേജ് ഷുഡ് നോട്ട് ബി സീൻ ബൈ അൺഓതറൈസ്ഡ് യൂസേഴ്സിൻ്റെ ആക്സസിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ദെൻ മെസ്സേജ് ഷുഡ് നോട്ട് ബി മോഡിഫൈഡ് ഡ്യൂറിങ് ട്രാൻസ്മിഷൻ ആണ് ഇൻറ്റഗ്രിറ്റി. അതുപോലെ തന്നെ അവൈലബിലിറ്റി എന്ന് പറയുമ്പോൾ ഏത് സമയത്തും നമുക്ക് ഡാറ്റ അവൈലബിൾ ആയിരിക്കണം. ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, OTP ഒക്കെ യൂസ് ചെയ്തിട്ട് ഓതൻറ്റിക്കേഷൻ കൊടുക്കണമല്ലോ. അപ്പോൾ ആ ഒരു സെൻഡറിൻ്റെയും റിസീവറിൻ്റെയും ഐഡൻറ്റിറ്റി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓതൻറ്റിക്കേഷൻ ഉപയോഗിക്കുന്നത്. നോൺ റെപ്യൂഡിയേഷൻസ് എന്ന് പറയുന്നത് പ്രിവെൻറ്റ് ദ സെൻഡർ ഫ്രം ഡിനൈനിങ് ദാറ്റ് ദേ സെൻഡ് ദ മെസ്സേജ്. എന്തെങ്കിലും ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നതിന് നമ്മൾ ഡിനേ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? നോൺ റെപ്യൂഡിയേഷൻ. അതുപോലെ സെക്യൂരിറ്റി റിക്വയർമെൻറ്റ്സ്. അപ്പോൾ എന്തൊക്കെ മെഷേഴ്സാണ് കമ്പ്യൂട്ടർ സിസ്റ്റവും ഡാറ്റ നെറ്റ്വർക്കൊക്കെ സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആവണം എന്നുള്ളത്. ഇതെല്ലാം റിക്വയർമെൻറ്റ് എന്നുള്ളതിന് നമ്മൾ പഠിച്ച അതേ ടോപ്പിക് തന്നെയാണ്. ഈ ഒരു 5 പോയിന്റ് കൃത്യമായിട്ട് നോക്കി വെച്ചാൽ മതി കേട്ടോ. കോൺഫിഡൻഷ്യാലിറ്റി റിക്വയർമെൻ്റ് ഉണ്ട്, ഇൻറ്റഗ്രിറ്റി റിക്വയർമെൻ്റ് ഉണ്ട്, അവൈലബിലിറ്റി റിക്വയർമെൻ്റ് ഉണ്ട്, ഓതൻറ്റിക്കേഷൻ റിക്വയർമെൻ്റ് ഉണ്ട്, ആൻഡ് ഓതറൈസേഷൻ റിക്വയർമെൻ്റ് ഉണ്ട്. ആദ്യത്തെ 3 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണില്ല. ഓതൻറ്റിക്കേഷൻ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ യൂസറിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഒരു ആക്സസ് കൊടുക്കുന്നതിന് മുമ്പ് സെൻഡറിൻ്റെ റിസീവറിൻ്റെ ഭാഗത്ത് നിന്ന് ആ യൂസറിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് നമ്മൾ ഓതൻറ്റിക്കേഷൻ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞു അല്ലേ. ഇനി ഓതറൈസേഷൻ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? എൻഷുർ യൂസേഴ്സ് ക്യാൻ പെർഫോം ഓൺലി ദ ആക്ഷൻ ദേ ആർ പെർമിറ്റഡ് ടു പെർഫോം. എന്താണോ അലോ ചെയ്തിരിക്കുന്നത് ആ ഒരു ആക്ഷൻ മാത്രമേ അതിനകത്ത് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഓതറൈസേഷൻ റിക്വയർമെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ വേരിയസ് മെത്തേഡ്സ് ഉണ്ട്. ഈ ഓതൻറ്റിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വേരിയസ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓതൻറ്റിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഐഡൻറ്റിറ്റി ഓഫ് എ യൂസർ അല്ലെങ്കിൽ ഡിവൈസ് അല്ലെങ്കിൽ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഓതൻറ്റിക്കേഷൻ എന്ന് പറയുക. മെയിൻ ഫാക്ടേഴ്സ് ഓഫ് ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത് നോളേജ് ഫാക്ടർ, പൊസിഷൻ ഫാക്ടർ ആൻഡ് ഇൻഹെറൻസ് ഫാക്ടേഴ്സ്. അപ്പോൾ നോളേജ് ഫാക്ടർ എന്ന് പറയുന്നത് സംതിങ് യു നോ, നമുക്കത് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് പാസ്വേഡോ അല്ലെങ്കിൽ പിന്നോ എന്നതിനെക്കുറിച്ച് ഒരു ധാരണ വേണം. അതാണ് നോളേജ്. പൊസിഷൻ ഫാക്ടർ എന്ന് പറയുന്നത് സംതിങ് യു ഹാവ്, ഓൾറെഡി നിങ്ങളുടെ കയ്യിലുള്ള എന്തോ ഒരു സാധനം വെച്ചിട്ട് നമ്മൾ ആക്സസ് ചെയ്യുക. സ്മാർട്ട് കാർഡ്, ATM കാർഡ്, അങ്ങനെയുള്ള കാര്യം. ഇൻഹെറൻസ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ സംതിങ് യു ആർ, നമ്മൾ തന്നെയാണ് അതിൻ്റെ ആക്സസ് ഉള്ള അതായത് ഫിംഗർ പ്രിൻറ്റ്, ഫേസ് റെക്കഗ്നൈസേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 പോയിന്റ് ടോപ്പിക്ക്, ഈ 3 പോയിന്റ് കൃത്യമായിട്ട് നോക്കണം കേട്ടോ. ഇനി കോമൺ ഓതൻറ്റിക്കേഷൻ മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പാസ്വേഡ് ബേസ്ഡ് ഓതൻറ്റിക്കേഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു.
സീക്രട്ട് ആയിട്ടുള്ളൊരു പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് സിസ്റ്റം പോയിട്ട് ചെക്ക് ചെയ്യും. ഓക്കെ, ആ എൻ്റർ ചെയ്ത വാല്യൂ നമ്മൾ ഓൾറെഡി നമ്മുടെ ഡാറ്റയുടെ കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല, ഹാഷ്ഡ് അല്ലെങ്കിൽ എൻക്രിപ്റ്റഡ് വാല്യൂ ഉണ്ടാവും. അതിൽ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻസ് തരും. ഇനി അതുപോലെ തന്നെ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ഉണ്ട്. നമ്മൾ കുറേ കണ്ടിട്ടില്ലേ, നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലേ. അപ്പോൾ അതായത് കമ്പൈൻസ് 2 ഫാക്ടേഴ്സ് ആണ്. ഒന്ന് പാസ്വേഡും പിന്നെ ഒരു മൊബൈൽ OTP. ഇവ രണ്ടുപേരും കൂടെ ചേർന്നാൽ മാത്രമാണ് അതിന് നമുക്ക് ഡാറ്റാസ് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് രണ്ടും ഓക്കെ ആയിരിക്കണം. ദെൻ മൾട്ടി ഫങ്ഷൻ ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത് യൂസ് മോർ ദാൻ 2 ഫാക്ടേഴ്സ്, രണ്ടിൽ കൂടുതൽ വേണം. അതായത് പാസ്വേഡ് വേണം, പിന്നെ ഒരു ടോക്കൺ വേണം, ദെൻ ബയോമെട്രിക് വേണം. ഈ 3 ഫാക്ടേഴ്സും കൂടെ ഒരുമിച്ച് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഡാറ്റ എടുക്കാൻ പറ്റത്തുള്ളൂ. അടുത്തത് ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ. ബയോമെട്രിക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫിംഗർ പ്രിൻറ്റ്, ഫേസ്, റെറ്റിന, വോയിസ്, ഇതിലെല്ലാം കൂടെ കൊടുക്കുന്ന ഓതൻറ്റിക്കേഷനെയാണ്. ദെൻ സ്മാർട്ട് കാർഡ്സ് ആൻഡ് സെക്യൂരിറ്റി ടോക്കൺസ്. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുന്നത്, USB ടോക്കൺ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ഡിവൈസുകളുടെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മൾ ആക്സസ് ചെയ്യുന്നതിനാണ് നമ്മൾ സ്മാർട്ട് കാർഡ്സ് ഓർ ആൻഡ് സെക്യൂരിറ്റി ടോക്കൺസിൽ പറയണം. ദെൻ വൺ ടൈം ഓതൻറ്റിക്കേഷൻസ്, അതായത് ടെമ്പററി പാസ്വേഡിനെയാണ് നമ്മൾ വൺ ടൈം ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഈസി ആയിട്ടുള്ള തിയറി പാർട്ടുകളാണ്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോയാൽ മതി കേട്ടോ.